ഒരുപാട് ദുരിതത്തിൽ മദ്യപാനിയായിരുന്നു, തികച്ചും പൂർണ്ണം. സിനിമ ഷൂട്ടിങ്ങിലാണ് എൻ്റെ ജോലി. കിട്ടുന്ന പൈസ എല്ലാം പകുതിയിലേറെ ഞാൻ കുടിച്ച് വീട്ടിലാണ് വരുന്നത്. എൻ്റെ ഭവനത്തിൽ പോലും വരാതെ ഞാൻ കറങ്ങി നടന്ന് വെള്ളം അടിച്ചുകൊണ്ട് നടന്നു. അങ്ങനെ ഈ പള്ളിയെപ്പറ്റി അറിയുകയും മാതാവിനെ പറ്റി എൻ്റെ വൈഫ് വന്ന് പറയുകയും, ചേട്ടാ നമുക്ക് ഈ പള്ളിയിൽ പോകണം, ഉടമ്പടി എടുക്കണം, ചേട്ടൻ്റെ മദ്യപാനം പൂർണ്ണമായിട്ട് നിർത്തുമെന്ന് പറഞ്ഞു. എനിക്ക് വിശ്വാസമല്ലായിരുന്നു. എന്നാലും ഒരു പ്രാവശ്യം വരാമെന്ന് എൻ്റെ ഭാര്യയുടെ സമ്മതിക്കുകയും അങ്ങനെ ഒരു ഭവനം വേണമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുകയും ചെയ്തിരുന്നു. 6 മാസത്തോളം വെള്ളമടിക്കാതെ പോയ സമയത്ത് ഉടമ്പടി മുടങ്ങുകയും ഞാൻ വീട്ടിൽ വന്ന് മദ്യപാനം വീണ്ടും തുടങ്ങുകയും വീണ്ടും അവളെ വീട്ടിൽ പോവുകയും ഒരാഴ്ചത്തോളം ഞാൻ പട്ടിണിയാലായിരുന്നു. അങ്ങനെ ഒരു നാൾ ഫോൺ വിളിച്ചപ്പോൾ അവൾ വീട്ടിൽ തിരിച്ചു വന്നു. വീണ്ടും ഉടമ്പടി എടുത്താൽ മാത്രമേ ഞാൻ വരുവുള്ളൂ ഭവനത്തിലോട്ട്. 2025 ജനുവരി 17-ാം തീയതി പള്ളി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും ഈശോയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് ഭവനം പൂർത്തീകരിക്കുന്നവരെ ഞാൻ ഒരിക്കലും വെള്ളം അടിക്കില്ല. മാതാവ് എനിക്ക് ഭവനം പൂർത്തീകരിച്ച് തന്നു. ഒരു KSF ചിട്ടി ഉടൻ തന്നെ വീഴുകയും 7 ലക്ഷം രൂപ കയ്യിൽ കിട്ടുകയും 2-3 മാസമാകുന്നു 90-ൻ്റെ അന്ന് തന്നെ വീട് ഏകദേശം പൂർത്തീകരിച്ചു. പൈസ തികയാതെ വന്നപ്പോൾ അടുത്തുള്ള ഗ്രാമീണ ബാങ്കിനെ സമീപിച്ചു. അവരാദ്യം പറഞ്ഞ 50,000 രൂപയ്ക്ക് മേലെ ഈ ബാങ്കിൽ നിന്ന് തരാൻ പറ്റില്ല. ഞാൻ കാശ് രൂപം വച്ചിട്ട് രണ്ടാമത് ഒന്നുകൂടി പോയി പ്രാർത്ഥിച്ചു, സാറേ എനിക്ക് എങ്ങനെയെങ്കിലും ഈ വീട് പൂർത്തീകരിക്കണം. അതിൻ്റെ പറ്റുന്നതിന് ഒരു ദിവസം വീട്ടിൽ വരും നോക്കുകയും പണി കുറച്ചുകൂടി തീരാറുണ്ട്, 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ തീരുമെന്ന് അവർക്ക് മനസ്സിലായി. അവർ വീണ്ടും എങ്ങനെ തിരിച്ചടയ്ക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കുറേശ്ശെ 2,500 വെച്ച് മാസം തോറും അടച്ചോളാം, ഞാൻ സിനിമയിലാണ് ജോലി ചെയ്യണം, എനിക്ക് ശമ്പളമുണ്ട്, അതിനുള്ള വരുമാനം എനിക്ക് കിട്ടും സാറേ എന്ന് പറഞ്ഞു. എങ്കിൽ 1.25 ലക്ഷം രൂപ നാളെ തരാം, നിങ്ങൾ ബാക്കിയുള്ള പേപ്പറെല്ലാം റെഡിയാക്കാൻ പറഞ്ഞു. ഞാൻ എല്ലാ പേപ്പർ റെഡിയാക്കുന്ന 5 മണിയായിപ്പോയി. അതിന് മുമ്പ് തന്നെ ആ ബാങ്കിലെ ഉദ്യോഗസ്ഥൻ എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ അയക്കുകയും ആ പൈസയും കൊണ്ട് ഞാൻ പെട്ടെന്ന് വീട് വീണ്ടും പൂർത്തീകരിക്കാൻ തുടങ്ങി. 30-ാം തീയതി ആയിരുന്നു ഹൗസ് വാമിംഗ്. 28-ാം തീയതി വരെയും പണിയാണ്, പക്ഷേ കയ്യിൽ 1 രൂപയില്ല. ഇതിനിടയ്ക്ക് ഞാൻ സിനിമയിൽ പോയിട്ട് ഹൗസ് വാമിംഗ് എന്ന് പറഞ്ഞ് വിളിച്ച് ജിത്തു ജോസഫ് സാറും 10,000 രൂപ, ആൻ്റണി പെരുമ്പാവൂർ 10,000. അങ്ങനെ ആ ഒരു ദിവസം തന്നെ കയ്യിൽ അവിടെ നിന്ന് 10,35,000 40,000 രൂപ എല്ലാ സഹപ്രവർത്തനം കൂടി പിരിച്ചു തന്നു. പാലിയാച്ചിൻ്റെ തലേദിവസം എല്ലാ സാധനങ്ങളും മാച്ച് സത്യയ്ക്കുള്ള വകയും എല്ലാം എനിക്ക് അവിടെ നിന്നും കിട്ടി. ഈ വെള്ളപടി നിർത്തിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എല്ലാ സുഹൃത്തുക്കൾ എന്നെ തോളോട് ചേർക്കുകയും ഇപ്പോൾ വീട് സന്തോഷം ഇതെങ്ങനെ മാറി എന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ പറഞ്ഞു, ഞാൻ ഹിന്ദു മതത്തിൽ വിശ്വാസിയാണ്, പക്ഷേ ഞാൻ കൃപാസനത്തിൽ പറ്റി കേട്ടു. ആ മാതാവിൻ്റെ നടയെ വന്നതിന് ശേഷം എനിക്കിപ്പോൾ മദ്യപിക്കണമെന്ന് തോന്നണേ ഇല്ല. ഒരു കാരണവശാലും ഞാൻ മരിക്കുന്നവരെയും ഞാൻ മദ്യപിക്കില്ല. ഇനി എൻ്റെ ഭാര്യ എൻ്റെ മക്കളെ നോക്കി എനിക്ക് ജീവിക്കണം. എൻ്റെ കുഞ്ഞു മക്കളാണ് അവർ. വെള്ളമടി പൂർണ്ണമായി നിർത്തിയപ്പോൾ അവരിലോടുള്ള ചിന്താഗതിയിൽ എനിക്ക് കൂടി വരണത്. ദൈവത്തിനോട് കൂടുതൽ ഞാൻ അടുത്തുകൊണ്ടിരിക്കുന്നു. 1 വർഷം പൂർത്തീകരിക്കുന്ന മുമ്പേ എൻ്റെ വീട് മാതാവ് എനിക്ക് പൂർത്തീകരിച്ച് തന്നു. എൻ്റെ 4 മണിക്ക് എനിക്ക് ജോലിക്ക് പോകണം, 3:30 ഞാൻ എണീറ്റ് പ്രാർത്ഥിക്കും, തിരികെത്തി 9:30 വേക്കപ്പായ റൂമിൽ നിന്ന് വന്നാലും 10 മണിക്ക് ശേഷം വന്നാലും ഞാൻ കുളിച്ച് വീണ്ടും തിരികെത്തിച്ച് പ്രാർത്ഥിക്കും. ഇനിയുള്ള നാളുകളും മരിക്കുന്ന നാളുകളും ഈശോയെ ഞാൻ ധ്യാനിച്ച് എൻ്റെ ജീവിതം അവസാനിപ്പിക്കും. ഈശോയ്ക്ക് ഞാൻ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഷൂട്ടിങ്ങിന് പറഞ്ഞ മിച്ചമുള്ള ആഹാരമെല്ലാം അടുത്തുള്ള കുഞ്ഞു ഭവനങ്ങൾ പാവപ്പെട്ട ദരിദ്രരായിട്ടുള്ള താഴെയുള്ള വീട് ഞാൻ വിളിച്ചുണർത്തിയാണ് കൊണ്ടു കൊടുക്കണം. ഒരുപാട് സാധനങ്ങൾ മിച്ചം വരും. ഇടയ്ക്ക് കഴിഞ്ഞ മാസം ഷൂട്ടിങ്ങിന് വെച്ച് 200 വരെ ഫുഡ് പറഞ്ഞായിരുന്നു, പക്ഷേ 100 വരെ പായസം കൂട്ടിയുള്ള ഫുഡ് വീണ്ടും മിച്ചം. പ്രൊഡ്യൂസർ പറഞ്ഞു, ജിത്തു സാർ പറഞ്ഞു, ഏതെങ്കിലും പള്ളി ഓർപ്പണേജിൽ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഉടൻ തന്നെ അടുത്തൊരു ഓർപ്പണേജിൽ 100 പേർക്കുള്ള അവരുടെ സ്നേഹവും സന്തോഷവും കണ്ടപ്പോൾ എൻ്റെ മനസ്സ് വളരെ സന്തോഷം ലാളിത്യമായി പോയി.